എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. പപ്പടം മുളകിട്ടത്, അല്ലെങ്കിൽ പപ്പട ഉപ്പേരി, പപ്പടം വളർത്തിയത്, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ്. ആ പപ്പടവും തൈരും ചോറും കൂടി ഇച്ചിരി അച്ചാറും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, സൂപ്പറാണ്. ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ 2 പാക്കറ്റ് പപ്പടം എടുക്കുന്നുണ്ട്. ഇനി ആ പപ്പടം നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒന്നിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പകുതി വീതമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വീതി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതെല്ലാം കൂടെ വീണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് വീണ്ടും കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാനതിന് 3 കട്ട് ചെയ്യണുള്ളൂ. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള പപ്പടം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ആ പപ്പടം ഇതേപോലെ തന്നെ 3 കട്ട് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടും കട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഞാൻ വേറൊരു പാക്കറ്റ് പപ്പടം കൂടി കട്ട് ചെയ്ത് കാണിക്കാം. അത് കട്ട് ചെയ്യുന്നത് കത്രിക വെച്ചിട്ടാണ്, അതാണ് ഏറ്റവും നല്ല എളുപ്പം. അപ്പോൾ ആ പപ്പടത്തിന് ഫുൾ പാക്കറ്റ് ഒന്നിച്ചങ്ങ് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ബലം കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പപ്പടം എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി അത് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പപ്പടത്തിന് എപ്പോഴും വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലാണെങ്കിലും മതി. എന്നിട്ട് കുറച്ച് വീതം അരിഞ്ഞു വെച്ചാൽ പപ്പടം കുറച്ച് വീതം ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് പപ്പടം ഞാൻ വറുത്തെടുത്തു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പപ്പടം വറുത്തെടുക്കണം. കുറച്ച് വീതം മാത്രമേ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുള്ളൂ. ഇത് ലാസ്റ്റ് ഉള്ള കുറച്ച് പപ്പടമാണ്, അതും കൂടിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവൻ പപ്പടം ഞാൻ വറുത്തെടുത്തു. പപ്പടം വറുത്ത ശേഷം പാനിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് മാറ്റണം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ പാനിൽ വെച്ച ശേഷം അതിലേക്ക് 5-6 ചുവന്നുള്ളി ചതച്ചതും 2-3 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒന്നിച്ചിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് മൂപ്പിച്ചെടുക്കണം.
ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല എരിവ് ഇഷ്ടമുള്ളവർ മാത്രം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ ആ ഇടിച്ച മുളക് മാത്രം മതി. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഇപ്പോൾ മുളകും എല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പപ്പടം ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്.